നിധിവൻ മനുഷ്യനും പ്രകൃതിയും ഇഴചേരുന്ന ഹരിത വിസ്മയം. അധ്യാപകരായ സുനിൽകുമാറിന്റെയും ഇന്ദുവിന്റെയും മനസ്സിൽ ചെറുപ്പം മുതൽ ഉണ്ടായിരുന്ന ആഗ്രഹമാണ് ഇവരെ പോലെ തോളോട് തോൾ ചേർന്ന് ഇടതൂർന്ന് നിൽക്കുന്നത്. പണ്ട് തൊട്ടേ എനിക്ക് തണലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. അതായത് മരത്തിൻ്റെ തണൽ. അപ്പോൾ അത് കൊച്ചുനാൾ തൊട്ടേ നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിങ്ങനത്തെ ഒരു പർപ്പസിന് വേണ്ടി തന്നെയാണ് നമ്മൾ മേടിച്ചത്. അങ്ങനെ മേടിച്ച് ഒരു ചെറിയ സെക്ഷനിൽ ഈ കാണുന്ന സെക്ഷനിൽ ചെറുതൊരു 32 ചൈ വെച്ചിട്ട് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അതൊരു നല്ല രീതിയിലുള്ള ഗ്രോത്ത് കണ്ടപ്പോൾ പിന്നെ അത് എക്സ്പാൻഡ് ചെയ്തു. അതായത് നമ്മളിങ്ങനെ ആക്സിഡൻ്റലി വന്നതല്ല, ഇതൊരു പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരെണ്ണം ചെയ്ത് തന്നെയാണ്. അത് ആഗ്രഹത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ്. രസതന്ത്രവും ഭൗതിക ശാസ്ത്രവുമാണ് ഇരുവരും പഠിപ്പിക്കുന്നതെങ്കിലും ഇഷ്ടം സസ്യജാലത്തോട്. ഇനിയും ആഗ്രഹങ്ങളേറെ. എക്സാക്റ്റ് മിയാവാക്കിയല്ല, പക്ഷേ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ വേരുകളൊക്കെ നന്നായിട്ട് മൊത്തം ഓടിക്കഴിഞ്ഞു ഇതിൻ്റെ മണ്ണിൽ. അപ്പോൾ നമുക്കിപ്പോൾ ഇനി കുഴിക്കാൻ സ്ഥലമില്ല. എവിടെ കുഴിച്ചാലും അവിടെ ഈ മരങ്ങളുടെ വേരുകൾ വന്നിട്ടുണ്ട്. എന്നാലും ഇനി ഒരുപാട് മരങ്ങൾ ബാക്കിയുണ്ട്. തരിശുകിടന്ന 8 സെന്റ് സ്ഥലത്ത് 3 വർഷം മുൻപാണ് വൃക്ഷങ്ങൾ നട്ടത്. പലരും ഇത് കണ്ടറിഞ്ഞ് ഇവിടെ എത്താറുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ വെയിലൊക്കെ ഇങ്ങനെ വെയിലിൻ്റെ കാഠിന്യം കൂടുന്ന സമയത്തൊക്കെ ആ വീട്ടിലിരിക്കുന്ന ഒരു ഫീലൊന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല സുഖമായിരിക്കും അല്ലേ. ജിബിൻ ഉണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ് ജിബിന്. അപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ പൂന്തോട്ടം ഒരുക്കാറുണ്ട്. അത് ചെറിയ 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 ചെടികളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ആഗോളതാപനത്തിൻ്റെ ഇക്കാലത്ത് ഇതേപോലെയുള്ള ഒരു ചെറുവനം ഒരുക്കിയിരിക്കുന്നത് അതെല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഓരോ വർഷം കൂടുന്തോറും ചൂട് കൂടിക്കൂടി വരികയാണ്, മഴ കുറഞ്ഞു വരുന്നു. അപ്പോൾ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ എല്ലാവരും AC ഒക്കെ വാങ്ങി ഇങ്ങനെ വീട്ടിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഉള്ള സ്ഥലത്ത് ഇതേപോലെയുള്ളൊരു കുറേ മരങ്ങളൊക്കെ നട്ടാലല്ലേ. എന്നാൽ ഈ അധ്യാപക ദമ്പതികൾ കാണിച്ചു തരുന്നത് ഇനിയുള്ള കാലത്ത് നല്ലൊരു മാതൃകയാണല്ലേ. അത് തന്നെയാണ്. നമ്മളിൽ പലരുടെയും വീട്ടിലൊക്കെ തന്നെ നമ്മൾ വീട്ടിന് മുന്നിലായും ടെറസിലായിട്ടും ഒക്കെ മനോഹരമായ പൂന്തോട്ടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ആരും ചിന്തിക്കാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ ആരും തയ്യാറാകാത്ത കാര്യമാണ് നമ്മുടെ ചുറ്റും ഒരു വനം ഉണ്ടാക്കുക എന്ന്. ആരെങ്കിലുമൊക്കെ വീട്ടിൻ്റെ സമീപത്തായി ഒരു മരം നിൽക്കുന്നത് കണ്ടാൽ തന്നെ വെട്ടിക്കളയുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആ ഒരു സമയത്താണ് സ്വന്തം വീടിന് ചുറ്റുമുള്ള 8 സെന്റ് സ്ഥലത്തെ തരിശായി കിടന്ന 8 സെന്റ് സ്ഥലം മനോഹരമായ ഒരു വനമാക്കി ഇവർ തീർത്തിരിക്കുന്നത്. ഈ അധ്യാപക ദമ്പതികളിൽ അധ്യാപകനായ സുനിൽകുമാർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഈ ഒരു തണലെന്ന് പറയുന്നത് അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സാധനമാണ്. അദ്ദേഹത്തിന് പഠിക്കാനായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഒഴിവു സമയങ്ങളൊക്കെ തന്നെ ചിലവഴിക്കാനായിരുന്നാലും ഈ ചൂടിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിരുന്നാലും അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നത് ഇത്തരത്തിലുള്ള തണലാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തിയാക്കിയത്. അതായത് വീടിന് ചുറ്റുമുള്ള ഈ ഒരു 8 സെന്റ് സ്ഥലത്തെ അദ്ദേഹം മനോഹരമായ ഒരു വനമാക്കി മാറ്റിയിരിക്കുകയാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും അദ്ദേഹത്തോളം പൊക്കമുള്ള ഒട്ടനവധി മരങ്ങൾ അവിടെയുണ്ട്. ഈ മരങ്ങളൊക്കെ തന്നെ ആ ഒരു 8 സെന്റ് ഭൂമി മുഴുവൻ ഇതിൻ്റെയൊക്കെ വേര് പടർന്നു പിടിച്ച് ഇനി അവിടെ ഒരു പുതിയതായ ഒരു ചെടി നടാൻ പോലും അവർക്ക് കുഴിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് അവർ തന്നെ പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടാൽ മനസ്സിലാവും. മുഴുവൻ മരങ്ങളാണ്. ഈ മരങ്ങളുടെ ഒക്കെ ഇടയിൽ ഒരു ചെറിയൊരു ബാമ്പു ഹട്ട് അവർക്ക് ഇരിക്കാനും അവരുടെ സായാഹ്നങ്ങളൊക്കെ ചിലവഴിക്കാൻ വേണ്ടിയിട്ടൊരു ബാമ്പു ഹട്ട് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. മനോഹരമായ ഒരു ചെറിയ അരുവി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാലമൊക്കെ തന്നെ അവർ അതായത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു വനപ്രദേശം എന്ന് തന്നെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് അവിടെ അവർ ആകെപ്പാടെ ക്രമീകരിച്ചെടുത്തിരിക്കുന്നത്. തീർച്ചയായും അതായത് നമ്മുടെ ഈ ഒരു ചൂടേറിയ കാലാവസ്ഥയിൽ, നമ്മുടെ ഈ ഒരു തിരക്കേറിയ ജീവിതത്തിലൊക്കെ തന്നെ നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഇത്തരത്തിൽ തണലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നമുക്ക് നല്ലതാണ്. നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുന്നതിനൊക്കെ അതായത് നമ്മുടെ സ്വന്തം വീടിന് ചുറ്റും തന്നെ ഇത്തരത്തിൽ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനൊക്കെ തന്നെ അതൊരു കുളിർമേറുന്ന കാഴ്ച തന്നെയാണ്.